ഈണത്തോടെ ഇരിക്കണ സോദരന്മാരെ. അടുക്കള പണിയുടെ അലച്ചിലും നഴിക്കാനായി ഒഴിച്ചിലും നടത്തണ സോദരിമാരെ. മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ടിവിക്ക് മുമ്പിലിരിക്കണ നേരത്ത് നെറ്റി ചുളിക്കാതെ ചാനല് മാറ്റാതെ പൊട്ടിച്ചിരിച്ചിടണം. അത്തരമേൽത്തരം സഭ്യതയുള്ള തമാശകൾ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുവാൻ കൗമുദി ടിവി ഒരുക്കുന്ന ഞങ്ങളുടെ കോമഡി കാണാം. നിങ്ങളുടെ ബോറടി മാറ്റാം. 5 minutes fun star. Jungle Jewelry 5 minutes fun star. 5 minutes fun star. ചുങ്ക് ജ്വല്ലറി 5 minutes ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിക്കാൻ റെഡിയായിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജഡ്ജസ് റെഡിയാണ്, പെർഫോമേഴ്സ് റെഡിയാണ്. അതിനു മുമ്പായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബിജിക്കുട്ടൻ, KS പ്രസാദ്, നമ്മുടെ സ്വന്തം നാദർഷ. എന്റെ മോക്ക് മോഹൻലാലിനെ പോലത്തെ ചെറുക്കനെ വേണമെന്നാണ് പറയുന്നത്. ചിത്രത്തിലെ മോഹൻലാൽ വേണ, താളവടത്തിലെ മോഹൻലാൽ വേണ, കീർത്തിയേക്കരയിലെ മോഹൻലാൽ വേണ, പിന്നെ ഏത് മോഹൻലാലിനെ വേണ്ടത്? പടികത്തിൽ തുണി പറിച്ചടിക്കണ മോഹൻലാലിനെ മതിയെന്ന്. കുഞ്ഞമ്മയുടെ മോൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? കുഞ്ഞമ്മയുടെ മോൻ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാ. ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മരിക്കൂ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മരിക്കത്തില്ലയോ? കടലോളം വെണ്ണിലാവ്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇന്നത്തെ ഈ സായന്നം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എന്നെന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു മഹാസംഭവമായിരുന്നു. സങ്കടങ്ങൾ മറന്നിട്ടു ചിരിക്കാൻ നമുക്കുണ്ടു മിമിക്രി എന്നൊരു കലനാട്ടിൽ. കുറെ രസമുള്ള നുറുങ്ങുകളുമായി എത്തുന്നു ടീം രസതന്ത്രം. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്ത റൗണ്ടിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എല്ലാ റൗണ്ടിലെയും കാര്യം എല്ലാവരും പറയും. നമുക്ക് സസ്പെൻസ് ആക്കി വെക്കണം. സസ്പെൻസ് ഒക്കെ. അപ്പൊ ഇത് കൊന്നേനല്ലോ എല്ലാവരുടെ. പ്രിയമുള്ളവർ, ഇവർ പറയുന്നത് ഇത് പറയണ്ടെന്നാണ്. ഇത് സസ്പെൻസ് ആണ്. അടുത്ത എന്താണെന്ന് നിങ്ങൾ കാണണം. അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ടീം രസതന്ത്രം. ആ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഈ ബസ് സ്റ്റോപ്പില് ഇവിടെ നിന്ന് വണ്ടി കിട്ടുമോ? ഓക്കെ ഓക്കെ. ദൈവമേ, എന്തൊരു ഗതികേട്. സമയമാവേ 10-12 മണിയായി. എന്തോ ഇരുട്ടാന്ന് പട്ടിയെല്ലാം കൂടെ കിടന്ന് ഓരിയിടുന്നു. ഇനി ആരോടൊന്ന് വഴി ചോദിക്കുന്ന മാമന്റെ വീട്ടിലേക്കുള്ള വഴി. ദൈവമേ, നാളെ രാവിലത്തേക്ക് അടക്കമുണ്ടെന്ന് പറഞ്ഞ. ചേട്ടാ ചേട്ടാ ഒന്ന് ചോദിച്ചോട്ടെ ചേട്ടാ. ചേട്ടാ, ഈ തിരുവല്ലത്തേക്ക് പോകുന്ന വഴി ഏതാണെന്നറിയോ? ഈ വഴി നേരെ പോയി തിരുവല്ലത്തേക്ക്. ഇവിടെ ബസ് അങ്ങോട്ട് കിട്ടും ചേട്ടാ? ബസ് കിട്ടത്തില്ല. ബസ് കിട്ടത്തില്ല. രാവിലെ 5 മണിക്ക്. പിന്നെ പുറകെ തന്നെ ചേട്ടാ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പുറകെ ശ്മശാനം ഇല്ലേ ചേട്ടാ? ഇവിടെ പേടി കിട്ടുന്ന സ്ഥലമാണ് ചേട്ടാ. ഇവിടെ പേടി കിട്ടുന്ന സ്ഥലമില്ല, വീട് കിട്ടുന്ന സ്ഥലം. വീട് കിട്ടുന്ന സ്ഥലം ചേട്ടാ. അത്യാവശ്യം ഒരു ഉപകാരം ചെയ്യുമോ? എന്റെ മാമന്റെ വീട്ടിലോട്ട് ഞാൻ പോകാൻ നിൽക്കുക. കുഞ്ഞമ്മയുടെ മോൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? കുഞ്ഞമ്മയുടെ മോൻ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാ. ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മരിക്കൂ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മരിക്കത്തില്ലയോ? ചേട്ടന്റെ വീട് എവിടെ? എനിക്ക് നല്ല പേടിയായിട്ട്. എന്റെ വീട് അതിനപ്പുറത്ത്. ഞാനിവിടെ വരട്ടെ വീട്ടിലേക്ക്. എന്തിന്? ചേട്ടാ രാവിലെ ഞാനങ്ങ് പോയേക്കാം. ഫസ്റ്റ് വണ്ടിക്ക് ഞാനങ്ങ് പോയേക്കും. എനിക്ക് നടക്കത്തില്ല. എനിക്ക് 3 പെമ്മക്കളുള്ള. ചേട്ടാ, ഞാൻ അത്രക്കാരനല്ല. അത് നടക്കത്തില്ലെന്നേ. എന്ത് ചെയ്യാനാ? നിനക്ക് അത്ര നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്യ്, നീ രാവിലെ 7 മണിയാകുമ്പോൾ വീട്ടിലോട്ട് പോവാ. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് അങ്ങ് പോവാം. അതെന്നാ? നാളെ എന്റെ 16 അടിയും തരും. എന്റെ മാമനോട് ഞാൻ അന്നേരെ പറഞ്ഞ എന്നെ ഒറ്റയ്ക്ക് വിടണ്ടാത്. ഇതൊക്കെ എനിക്ക് പേടിയൊന്നും മാമനോട് എന്നെ പേടിപ്പിക്കാനില്ലയോ? ഇങ്ങോട്ട് നോക്കി. പേടിപ്പിക്കാനോ? ഞാൻ നോക്കുന്നത്. ഇങ്ങോട്ട് നോക്കി. ആരാ? ആരാ ചേട്ടാ? താനാരാ? താനാരോ? അങ്ങാരാ?
അങ്ങാരാന്നറിയത്തില്ല, പക്ഷെ ഇവിടെ ഇരുന്നോണ്ടിരുന്ന ഞാനാ. അങ്ങനെ കസേരയൊക്കെ തള്ളിയിട്ട് ഡെസ്ക്ടോപ്പിൽ കസേരയില്ല. ഭയങ്കര പേടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താ വൈറ്റ് ഷെഡിൽ പിള്ളേരുണ്ടാക്കിയിട്ട് കസേരയാ. ഞാൻ ഈ പ്രേത സിനിമകളിലൊക്കെ വഴി പറഞ്ഞു കൊടുക്കുന്നൊരു വൃദ്ധനാ. പേടിച്ചു പോയല്ലേ? പിന്നില്ല, ഭയങ്കര പേടിയാ. പേടിക്കണ്ട, പേടി ഉണ്ടെങ്കിൽ ദാ ഈ കൊന്ത അങ്ങോട്ട് ജപിച്ചാൽ മതി. കൊന്ത ജപിച്ചിരുന്നാ മതി, പേടി മാറുമല്ലോ. പേടി മാറിക്കോളും. വലിയ ഉപകാരം ചേട്ടാ. ഉപകാരമല്ല, 10 രൂപ തരണം. ഒരു കൊന്ത 10, ഒരു കൊന്ത 10, ഒരു കൊന്ത 10, ഒരു കൊന്ത 10, കൊന്ത 10, കൊന്ത 10. ഇവൻ രാജു, ഇവൻ രാജു, ഇവൻ രാജു, ഇവൻ രാജു, ഇവൻ രാജു. ചേട്ടാ, ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കണം, മലയാള അക്ഷരമാല പഠിക്കുകയാണോ? നിന്നെ അറിയോ? ഇല്ല. ഞാൻ ഈ നാട്ടില് വിറപ്പിച്ച ഗുണ്ടയാ. അതുകൊണ്ടാണ് അത് ഭൂമിയിലൊക്കെ ഉണ്ടായി നാട്ടിൽ. എടാ, പേരെടുത്ത ഗുണ്ടയാണെന്ന്. സാധാരണ നിങ്ങളുടെ നാട്ടിൽ ഗുണ്ടന്മാരാണോ പേരെടുക്കുന്നത്? ഇതെന്നാ കയ്യിൽ 1 കിലോ പോത്തിറച്ചിയാ. അതിന് താട്ടുന്ന എന്തിനാ? ആട്ടിറച്ചിക്കിപ്പ എന്താ വില? അതെന്നാ ഇവിടെ കിടക്കാൻ പോണേ? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. അതെന്നാ ഈ റോഡിൽ കിടക്കണം, വീട്ടിലെങ്ങനെ പോയി കിടക്കേട്ടാ? എടാ, ഈ നടുറോഡിലിട്ടല്ലേ എന്നെ വെട്ടി 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 തുണ്ടമാക്കിയത്. ഇവൻ രാജു, ഇവൻ രാജു. കൊന്തയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കണം. പറഞ്ഞെ പേടിപ്പിക്കേണ്ടത്. അണ്ണോ, രാജുണ്ണ, വാ വാ വാ. നിങ്ങൾ ഇവിടെ കുറെ ആണുങ്ങൾ കുറെ നേരമായിട്ട് പറ്റിയിട്ട് അവനെന്തെങ്കിലും സംഭവിച്ചോ? പുള്ളി പോകുന്നു കേട്ടോ. കണ്ടുപടി പെണ്ണുങ്ങടെ മിടുക്ക്. കാണു. നമുക്ക് പോവാം. കൈ കാശൊക്കെ ഉണ്ടല്ലോ. കൈ കാശൊക്കെ ഉണ്ട്. ആഹാ, നീ എന്നാടി വിചാരിച്ചത്? ഞാനങ്ങ് പേടിച്ച് ബോധം കിട്ടു വീണയാന്ന്. അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഈ കോൺസ്റ്റബിൾ സുരേന്ദ്രൻ, കേട്ടല്ലോ. നീയൊക്കെ ഇവിടെ പ്രേതത്തിന്റെ പേരും പറഞ്ഞ് ഇതിലൊക്കെ പോകുന്ന ആൾക്കാരെ പേടിപ്പിച്ച് ബോധം കെടുത്തിട്ട് പണ്ടോ പിടിച്ചു പറിക്കാണ്. അല്ലേടാ, വട ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക്. നീ ആരാന്ന് പറഞ്ഞു? ഞാൻ പോലീസുകാരൻ. നീ എവിടുത്തെ പോണിച്ചാടാ? എവിടുത്തെ പോലീസാണ്? സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കും. ഇങ്ങോട്ട് വേണം. എന്താ സുമയെന്നോ? ആരാടാ സുമ? എല്ലായിടത്തും പിടിച്ച് കയറ്റി. അയ്യോ, എന്നെ പീഡിപ്പിക്കണേ. അയ്യോ അയ്യോ, എന്നെ പീഡിപ്പിക്കണേ. അയ്യോ 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 അയ്യോ. കൊല്ലല്ലോ, ഞാൻ പോലീസ്. നീ അവിടെ ഇരിക്കുക. നീ SI വന്നിട്ട് ഇവിടുന്ന് പോയാ മതി. SI വന്നിട്ട് നീ ഇവിടുന്ന് പോയാ മതി. ഒരു പോലീസുകാരനല്ലേ പറയുന്നത് കേക്ക്. SI വന്നിട്ട് നീ പോയാ മതി ഇവിടുന്ന്. SI വരത്തില്ല. അതെന്താ? എന്നാണോ? എടാ, ഇന്നലെ സന്ധ്യക്ക് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്ന ഒരാളെ നിങ്ങൾ ബോധം കെടുത്തി ഇട്ടത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതാണ് ഈ സ്റ്റേഷനിലെ SI. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. ടീം രസതന്ത്രത്തിന്റെ നുറുങ്ങുകൾ റൗണ്ടാണ് നമ്മളെല്ലാവരും ആസ്വദിച്ചത്. കുറച്ച് നുറുങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് എന്താണെങ്കിലും അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം. ബിജുചേട്ടാ, രസതന്ത്രം കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അവതരണം നന്നായിരുന്നു. പിന്നെ നിങ്ങളുടെ ഓരോ യക്ഷികളും അതുപോലെ തന്നെ നമ്മുടെ പ്രേതങ്ങളൊക്കെ വന്ന ആ ഒരു പോർഷനൊക്കെ നന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് വളരെ മനോഹരമായിരുന്നു. കാരണം SI ഇന്നലെ തന്നെ നമ്മൾ പീഡിപ്പിച്ച് വിട്ട് എന്ന് പറഞ്ഞ ക്ലൈമാക്സ് നന്നായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് ഈ ഓരോരുത്തരും അപ്പോൾ ആദ്യം വന്ന 2 പേര് എനിക്ക് തോന്നുന്നത് സ്റ്റേജ് ബാലൻസ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ മാത്രം നിന്ന് കളിച്ചു തോന്നുന്നു. കാരണം സെൻറ്റർ ചെയ്ത് നിന്ന് കളിക്കാണ്ട് അങ്ങനെ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രസാദ് ഏട്ടാ. നിസാൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി. കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിരുന്നു. പിന്നെ നിങ്ങൾ ആ പേടിപ്പിക്കലൊക്കെ ശരിക്കും ഒന്ന് ഞെട്ടി. ചില സമയത്തൊക്കെ എല്ലാം കൂടെ മറിഞ്ഞ് വീഴുന്നതൊക്കെ വളരെ ലൈഫുണ്ടായിരുന്നു വീഴുന്നത്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചൊരു കുറ്റമായിരുന്നു. കാരണം നിങ്ങളുടെ എന്ത് പ്രോപ്പർട്ടിയാണ്
ഇതേപോലത്തെ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് 2 കസേര ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു, ഇത് വേറെ ആളുകൾ സ്പോൺസർ ചെയ്ത ബസ് സ്റ്റാൻഡാണെന്ന്, കസേര ഇട്ടിരിക്കുന്ന അവരാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത്തരം കൊച്ചു എന്താണ് ബുദ്ധിയാണ് ശരിക്കും ഇത്തരം സ്കിറ്റുകളുടെ പോരായ്മകളെ കവർ ചെയ്തെടുക്കുന്നത്. അതിൽ നിങ്ങൾ വിജയിച്ചു, മനസ്സിലായി. അല്ലെങ്കിൽ പറഞ്ഞാൽ ശരിക്കും മൈനസ് പോയിൻ്റാണ് അവിടെ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കസേര ഇട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ക്ലൈമാക്സ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഇന്നലെ ബോധം കെട്ട് കിടക്കുന്ന ആള് എന്താ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ സന്ധ്യയ്ക്ക് പച്ചക്കറി മേടിച്ചോണ്ട് ഇതുവഴി പോയപ്പോൾ ഒരാളെ നിങ്ങൾ പേടിപ്പിച്ച് ബോധം കെടുത്തിയില്ലേ?